ഈ വർഷം എന്റെ വീട്ടിൽ ഓണമില്ല. കാരണം ഈ വർഷമായിരുന്നു എന്റെ അച്ഛമ്മ മരണപ്പെട്ടത്. അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് ആർക്കും ഓണോ ആഘോഷങ്ങളൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഓണമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് എന്റെ കുറച്ച് കൂട്ടുകാരന്മാർ അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് സദ്യ കഴിക്കാൻ. അതുകൊണ്ട് ഇനി അവിടേക്കൊക്കെ ഒന്ന് പോകണം. അതുകൊണ്ട് സമയം ഒരു 10 മണി ആയത് ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കറുത്ത ഷർട്ടും മുണ്ടൊക്കെ കൊടുത്ത് റെഡിയായി. ഒരു 11 മണിക്കൊക്കെ വന്നാൽ മതി എന്നാണ് കൂട്ടുകാരന്മാർ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോ 10 മണി ആയതും റെഡിയായി 11 മണിയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പൊ. അങ്ങനെ ഇപ്പൊ കാത്തിരിപ്പിന് ശേഷം എന്റെ ആദ്യത്തെ കൂട്ടുകാരൻ വിളിച്ചു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിപ്പോ വണ്ടി എടുത്ത് നേരെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇപ്പൊ എന്റെ ഈ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വന്ന് സദ്യ കഴിക്കാൻ വേണ്ടി ഞാനിപ്പോ ഇലയൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഓണമില്ലാത്ത എന്റെ വേറെ കുറച്ച് കൂട്ടുകാരന്മാരും വന്നിട്ടുണ്ട് കേട്ടോ എന്റെ കൂടെ. അങ്ങനെ ഇപ്പൊ ഈ വർഷത്തെ എന്റെ ആദ്യത്തെ ഓണ സദ്യയാണ് ഞാനിപ്പോ കഴിക്കാൻ വേണ്ടി പോണത്. അങ്ങനെ ഇപ്പൊ ആദ്യത്തെ ഓണ സദ്യയൊക്കെ നേരെ കഴിച്ചതിന് ശേഷം ഇവിടെ എക്സ്ട്രാ കുറച്ച് പായസം കൂടെ കഴിച്ചതും എനിക്ക് ഇപ്പൊ തന്നെ വയ്യാണ്ടായി. പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ച് സദ്യ കഴിക്കാൻ വിളിച്ച വേറെ കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് ഞാനിപ്പോ പോണത്. ഇവിടെ വന്നിട്ട് കുറച്ച് ചോറ ഞാൻ വാങ്ങിയുള്ളൂ, കാരണം വയറ് ഫുള്ളാണ്. പിന്നെ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു കൂട്ടുകറിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് കമന്റ് ചെയ്യട്ടാ. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ സദ്യ കഴിക്കലും കൂടെ ആയപ്പോ തൃപ്തിയായി എനിക്ക്. ഇനി എന്റെ വയറ്റിൽ സത്യം പറഞ്ഞ ഒരു തുള്ളി സ്ഥലമില്ല. വേറെയും കുറെ കൂട്ടുകാരന്മാര് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ എന്റെ തല പൊങ്ങാണ്ടായി സദ്യ കഴിച്ചിട്ട്. അതുകൊണ്ട് ഇനി എവിടേക്കും ഇല്ലാന്നും പറഞ്ഞ് ഇവിടെ കുറച്ച് കിടന്നുറങ്ങിയതിന് ശേഷം ഞാൻ നേരെ വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോയി. പിന്നെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോ അടുത്ത വീട്ടിലുള്ളവര് പായസമൊക്കെ തന്നിരിക്കുന്നു. എന്നാൽ ശരി കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഒരു ഗ്ലാസ് പായസം ഞാൻ വീട്ടിലേക്ക് വന്നിട്ടും കുടിച്ചു. ഇനി എനിക്ക് ഒന്നും വേണ്ട, മതിയായി. അതിനുശേഷം ഞാൻ നേരെ ബെഡിലേക്ക് വന്ന് ഒറ്റ കിടത്താം. കിട്ടിയ പായസമൊക്കെ എല്ലാം അടിച്ച് കയറ്റിട്ടാണ് തോന്നുന്നു തലയൊക്കെ ഇപ്പൊ എന്റെ ആകെ കറങ്ങുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നമുക്ക് ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ എന്താണ്, നമ്മുടെ കൂട്ടുകാരന്മാർക്ക് ഉണ്ടല്ലോ, അത് മതി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.